വസുധ സെപ്റ്റംബർ 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് നമ്മുടെ കൗമുദി ടിവിയിൽ. പൂജപ്പുര ജംഗ്ഷനിൽ എന്തോ ഒരു ആക്സിഡന്റ് നടന്നത് നമ്മുടെ സ്റ്റേഷന്റെ അടുത്ത് തന്നെ. ആണോ? വല്ലതും പറ്റിയാ? എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാ, കുഴപ്പമില്ല. പയ്യന്മാരാണ്ട് ബാക്കിൽ ഇരുന്ന ഹെൽമെറ്റ് കണ്ടില്ലെന്ന്. അമ്മ ചോദിച്ച പൈസയുടെ കാര്യം എന്തായി? അമ്മ പൈസ ചോദിച്ചില്ല ഏട്ടനോട് പെരവാസത്തോളിക്ക് പോണത്? അതെന്താ? ഇന്നത്തെ ആവശ്യത്തിന് ഇന്നലെയാണോ ചോദിക്കുന്നത്? 2 ദിവസം മുമ്പ് ചോദിച്ചെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യണേ. എന്നത് മാസം അവസാനമായിരിക്കും. എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കേട്ടാ. എടി എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? ഇപ്പൊ സാധാരണക്കാരൊക്കെ പോലെ നമുക്ക് ആരുടെ പോയി കടം ചോദിക്കാൻ പറ്റൂല. ഒരുത്തന്നെ ഒരു 500 രൂപ കാശ് മേടിച്ചാൽ പിന്നെ അവ അതും പറഞ്ഞായിരിക്കും സ്റ്റേഷനിൽ ഓരോ കാര്യത്തിനോട് വിളിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് എല്ലാരും വാങ്ങിക്കാറുണ്ടല്ലോ. അത് ഞാൻ കൊടുക്കുന്ന ആർക്ക് നമ്മുടെ ഫ്രണ്ട്സിനല്ലേ കൊടുക്കുന്നത്. അപ്പൊ പോലീസുമായി ബന്ധപ്പെട്ടിരിക്കല്ലേ കൂടുതൽ കൊടുക്കുന്നത്. അല്ലാതെ നടക്കൂല. നീ ഒരു കാര്യം ചെയ്താൽ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഓണൊഴിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. ഇറങ്ങാൻ നേരത്തെ നെഗറ്റീവ് അടിക്കാൻ വയ്യാത്തന്നെ പറഞ്ഞത്. ഓ, അപ്പൊ നെഗറ്റീവ് ഒക്കെ എനിക്ക് വന്നോട്ടല്ലേ? ഇനി ഒരു യാത്രയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നത്. നീ എന്നാ അമ്മ അടുത്ത് കാര്യം പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഉച്ചയാകുമ്പോൾ എന്നെ വിളിക്കാം. വിളിച്ചത് തന്നെ. ഞാൻ വിളിക്കാടി. നോക്കിയാണേ, മാസാമാസം ശമ്പളം വാങ്ങിക്കുന്ന പെൻഷൻ വാങ്ങിക്കുന്ന ഞാനാണ്. ഇന്ന് എനിക്കൊരാവശ്യം വന്നപ്പോൾ 10 പൈസ എൻ്റെ കയ്യിൽ എടുക്കാനില്ല. ഞാൻ എങ്ങോട്ട് ചെല്ലണം? ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കാതെ കാണാതെ ഓരോരുത്തർക്ക് വാരി കൊടുത്തിട്ടല്ലേ എൻ്റെ മക്കൾക്ക് മരുമക്കൾക്ക് ഓരോരുത്തർക്ക് പറയുന്നത് എന്താ? ഞാൻ ചോദിക്കുമ്പോൾ അവരെ 10 പൈസ തരാനില്ല. അല്ലേ, ഇനി ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ കാര്യം. അമ്മേ കൊള്ളാം, ചായ എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് പിറുപിറുത്തോണ്ടിരുന്ന ഞാൻ എന്തോരം നോക്കിയെന്ന് അറിയോ? എന്നാ ഇത് വിട്ടില്ല ഇതുവരെ? ഇത് കഴിഞ്ഞില്ലേന്ന് ഇതുവരെ? എന്തോന്ന്? അല്ല ഈ പൈസയുടെ കാര്യം. പൈസയുടെ കാര്യം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലെ പാല് കാച്ചല് ഞാൻ കയ്യും വീശി കയറി ചെല്ലാൻ നോക്കും. നാണക്കേടല്ലേ എനിക്ക് പെൻഷൻ കിട്ടുന്ന കാര്യമൊക്കെ അവരെ. ഈ പാല് കാച്ചലിന്റെ കാര്യം അമ്മ ഇന്നാണ് അറിഞ്ഞത്? അല്ലല്ലോ, കുറച്ച് ദിവസത്തിന് മുമ്പേ അറിഞ്ഞില്ലേ? അപ്പോഴേ ഏട്ടനോട് പറയണ്ടായിരുന്ന? ഏട്ടനാണെങ്കിൽ മാസം ആദ്യം തന്നെ ശമ്പളം കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇത് അങ്ങോട്ട് ഇത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് നീക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് അതിനേ ഉള്ളു പൈസ തികയത്തുള്ളൂ. അപ്പൊ അത് കണ്ട് എൻ്റെ നിന്ന് വാങ്ങിക്കണം. എനിക്കൊരാവശ്യം വരുമെന്ന് നിങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. എന്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മോളുടെ വീടിന്റെ പാല് കാച്ചല്ലേ? അതിനൊന്നും അമ്മ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ചെല്ലണം, അതാണ് അവരുടെ ഒരു സന്തോഷം. അങ്ങനെയൊന്നുമല്ല, എനിക്ക് അതല്ല സന്തോഷം. എൻ്റെ കൂട്ടുകാരിയുടെ മോളുടെ വീട്ടിലെ പാല് കാച്ച് തന്നെ. എന്നാലും എനിക്ക് എൻ്റെതായ ഒരു അന്തസ്സുണ്ട്. മാസാമാസം പെൻഷൻ വാങ്ങിക്കുന്ന ഞാൻ അവിടെ നിന്റെ വീട്ടിലൊരു ആവശ്യം ഉണ്ടെങ്കിൽ നീ കയ്യും വീശി കയറി ചെല്ലുവോ? അതെങ്ങനെയാ? എന്റെ പ്രായമാണോ അമ്മയുടേത്? അതുകൊണ്ട് പ്രായം എനിക്ക് എൻ്റെതായ ഒരു മഹത്വം ഇല്ലേ? എന്റെ അമ്മ ജോലിക്ക് പോണില്ല എന്നൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം. ജോലിക്ക് പോണില്ലെങ്കിൽ എനിക്ക് പെൻഷൻ ഉണ്ടെന്ന് അവർക്കറിയാം. പിന്നെ ഞാൻ വെറും അങ്ങ് തരാതാണോ ഒന്നുമല്ല. അമ്മ ചെല്ലണം തന്നെയാ സന്തോഷം. എന്റെ വീട്ടിലെ പോയ കാര്യമല്ലല്ലോ. അമ്മ ചെന്നാ മതി. നിങ്ങൾക്കൊക്കെ അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാം. നിങ്ങൾ ഇനി ഏത് വീട്ടിൽ പോയാലും നിങ്ങൾ അതാത് ലെവലിലേ നിങ്ങൾ പോകത്തുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ആയിക്കോട്ടെ. ഇത് ഇങ്ങനെ പറയല്ലേ, നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. എന്താ പിന്നെ? അല്ല, എന്നാലും ഇത്ര ഒരു മനോവേദന അനുഭവിക്കേണ്ടി വന്നില്ലേ എനിക്ക് ഒരു 10 പൈസക്ക് വേണ്ടിയിട്ട്? ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ഇതേ അമ്മയുടെ പൊന്നാങ്ങളെ വരുന്നുണ്ട്. എന്താ രത്നമ്പത്തമ്പരാട്ടി ചായ പുറത്തു വന്നിരുന്ന് കുടിക്കുന്നത്? പ്രതിഷേധം. എന്താ പ്രതിഷേധം? അമ്മയുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയുടെ മോളുടെ പാല് കാച്ച്. ഏത് കൂട്ടുകാരി ചോദിച്ചത്? എന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി. ആരത്? അറിയാത്തൊരു കൂട്ടുകാരി ഇല്ലോ? എലിസബത്ത്. അതെ. പാല് കാച്ചിന് അമ്മയ്ക്ക് പോണം. അവിടെ അമ്മയ്ക്ക് 3000 രൂപ കൊടുക്കണം. അത് ഏട്ടനോട് ചോദിച്ചിട്ട് ഇപ്പൊ മാസം അവസാനം ആയതുകൊണ്ട് എന്റെ പൈസ ഇല്ല. അതെന്തിനാ ഏട്ടൻ്റെ പഠിക്കണത്? പെൻഷൻ കിട്ടിയില്ലേ? കാശ കൊടുത്തത്. എനിക്ക് ഈ മാസം പെൻഷൻ കിട്ടിയെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും വാങ്ങിക്കോ. അവർക്ക് വീതിച്ചു കൊടുക്കാനേ തികയത്തുള്ളൂ. എനിക്കൊരാവശ്യം വരുമ്പോൾ അവർ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ അവരില്ല. അങ്ങോട്ട് എന്നായിരുന്നു ഡേറ്റ്? നാളത്തെ കാര്യത്തിന് അമ്മ ഇന്ന് ഏട്ടനോട് പൈസ ചോദിക്കുന്നത്. ഇന്ന് ചോദിച്ചാൽ ഏട്ടനെല്ലാം ഉണ്ടാവണ്ടേ? അയ്യോ, അതുമല്ല, ഞാൻ പറഞ്ഞു കൂട്ടുകാരിയുടെ മോളുടെ പെരവാസ്തോലിയ. അമ്മ ചെല്ലണല്ലേ അവർക്ക് സന്തോഷം. ഈ കയ്യിൽ കാശൊക്കെ ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അയ്യേ, പിന്നെ കയ്യും വീശിട്ട് പോവേ? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമ്മുടെ തറവാടിന്റെ മോശമല്ലേ അമ്മ? അതെ, ആരും ഇല്ലാത്തൊന്നല്ല, അവർക്കൊക്കെ അറിയാലോ. മകൻ പോലീസുകാരൻ, മരുമകൻ രാഷ്ട്രീയക്കാരൻ, ഒരു പോലീസുകാരന്റെ ഭാര്യയായിരുന്ന ആള്. അത് മാത്രമാണ് ഞാൻ മാസാമാസം പെൻഷൻ വാങ്ങിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്. എന്റെ കയ്യും വീശി പോകാനൊന്നും പറ്റില്ല, മോശമാണ്. അമ്മ ഉണ്ടെങ്കിൽ അമ്മ കൊടുക്കും.
കൊടുക്ക്. ഈ പറഞ്ഞൊക്കെ എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 3000 എനിക്ക് എന്തെങ്കിലും ഒരു 10,000-3000 രൂപയുടെ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ വാങ്ങിക്കുക അല്ലെ പൈസ ആയിട്ട് കൊടുക്കുകയോ വേണം. ഇത് ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ 10,000 ഒന്നും ഞാൻ ചോദിച്ചില്ല. അല്ല ചേച്ചി, ഈ 3000 നമുക്ക് മാറ്റിയിട്ടേ ഒരു 2000 ഉറുപ്പിക എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ പോരെ? അയ്യേ, അത് മോശമല്ലേ? അമ്മയുടെ ആംഗ്ലം എന്ന് പറഞ്ഞ ആരാ? വലിയ ചീരപ്പാടൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ 2000 രൂപ മോശമാണ്, 3000 രൂപ തന്നെ കൊടുക്കണം. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ സഹായിക്കും. അന്നെ സഹായിക്ക്. ചേച്ചിയെ പൊക്കോ, നാളെ പൊക്കോ. പിന്നെ അടുത്ത പെൻഷൻ കാശ് കിട്ടുമ്പോ എനിക്ക് ഇങ്ങോട്ട് തരണം. എടാ, നിങ്ങൾ ആരെന്തെനിക്ക് തന്നാലും നിങ്ങൾ അത് തിരിച്ചു വാങ്ങിക്കും. ഞാൻ തരുന്നൊന്നും നിങ്ങൾ തിരിച്ചു തരത്തതേ ഇല്ല. ഇത് ഇവിടുന്ന് ഇത്ര പൈസ അമ്മ? അതറിയണ്ട, ഞാനേ വലിയ ചീരത്തോട്ടൊക്കെയുള്ള ചേച്ചിയുടെ ആങ്ങളെയാണ് കേട്ടാ. 2 കൈ കൊണ്ട് മേടിക്കും. പെൻഷൻ കിട്ടിയാ തരണം. തരാടാ. ഇതെന്താന്നേ ഇങ്ങോട്ട് വന്നപ്പോ കയ്യും വീശി വന്നത്? പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ, എന്തേലും വാങ്ങിച്ചോണ്ട് വരണ്ടായിരുന്നോ? അതെ, ഈ ഇത് കിട്ടില്ല എന്ന് കരുതിയതാണ്. 8,000 ഉറുപ്പിയോളം തരാണ്ടായിരുന്നു ഒരുത്തൻ. അപ്പൊ പെട്ടെന്ന് എന്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് നോർക്കാപ്പുറത്ത് കാശ് എടുത്ത് ഇങ്ങോട്ട് തന്നു. ആ സന്തോഷത്തിൽ ഞാൻ വരുമ്പോ കയ്യും വീശി. കാശ് തന്നാ മതി, അമ്മ വാങ്ങിച്ചോളാം. ഞാൻ റൊണാൾഡോ അച്ഛനോട്ട് വാങ്ങിപ്പിച്ചോളാം. അത് വൈകുന്നേരം എന്തെങ്കിലും എണ്ണപ്പലകാരൊക്കെ മേടിച്ചു കഴിച്ചാൽ മതി. ചായ എടുക്കട്ടെ അമ്മാവനെ? ഒരു ചായ എടുത്തോ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കണം? കഴിച്ചു ഞാൻ. ചായ മതി, കാരണം ചായ കണ്ടാലേ എപ്പോഴും കുടിക്കാൻ തോന്നുള്ളൂ. ചായ എടുത്തോ. അയ്യോ, അതിന് ക്ലീറ്റ് ഇങ്ങനെ വിഷമിക്കല്ലേ. നടരാജനല്ലേ? അത് സാരമില്ല, മുത്തുലക്ഷ്മിയോട് ഞാൻ വിളിച്ച് പറയാന്നാ. അയ്യോ, ക്ലീറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്യാം. എന്റെ കയ്യിൽ എവിടുന്നാ ക്ലീറ്റോ? 5,000 രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഒന്നാമത്തെ ക്ലീറ്റോ എന്തിനാ എന്നോട് പറയാതെ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പോയത്? വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും വഴി നോക്കട്ടെ. ഞാൻ ഒന്ന് സുലി ചേച്ചിയുടെ അടുത്ത് പോയി നോക്കാം. അവളുടെ അടുത്ത് വിട്ടുണ്ടാവില്ല, ലില്ലിയുടെ അടുത്ത് എവിടുന്നാ ഞാൻ ചോദിച്ചു നോക്കാം. സമാധാനായിട്ടിരിക്കട്ടാ. അങ്ങനെയാണെങ്കിലേ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുത്താൽ മതി. ഒരു 3,000 ഉറുപ്പിയുടെ സാധനം മേടിച്ചിട്ട് അതിൽ നമ്മൾ പ്രൈസ് ലൈറ്റ് റേറ്റ് 5,000. അമ്മാവനെപ്പോഴാന്ന്? ഞാൻ പോന്നേ ഉള്ളൂ. അമ്മേ, ലില്ലി എവിടെ ഉണ്ടാ? ലില്ലിയേ, എടീ, എന്തോ നിന്റെ പൈസ ഇരിപ്പില്ലല്ലോ. പൈസ ഒന്നും വേണ്ട. പൈസ ഒക്കെ ഞാൻ കൊടുത്തില്ലേ? 3,000 ഉറുപ്പിക കൊടുത്തു ഞാൻ. അമ്മയ്ക്ക് പൈസ കൊടുത്താ? സമാധാനായല്ലോ. 500 രൂപ നമുക്ക് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ. അമ്മാവന്റെ പൈസ ഉണ്ടാ? എടി, ഇന്നേ ഓർക്കപ്പുറത്തെ എനിക്ക് മുമ്പത്തെ ചീരക്കച്ചവടത്തിന് തരാനുള്ളതാ. 5,000 ഉറുപ്പിക തരാണ്ടായിരുന്നു. ഞാൻ നല്ല ഭീഷണിപ്പെടുത്തിയൊക്കെ വെറുതെ കിട്ടുമെന്ന് നോക്കിയതല്ല. നോക്കുമ്പോ ഇന്ന് രാവിലെ എനിക്ക് പൈസ കൊടുത്തത് തേക്കണ്. ഇപ്പൊ എത്ര രൂപ ബാക്കി? ബാക്കി എത്ര രൂപ? 2,500 ഉറുപ്പിക കയ്യിൽ കാണും. എന്നാ അതിങ്ങ് താമാവാ. ഞാൻ ഇപ്പൊ സുലിച്ചേച്ചിയുടെ അടുത്ത് പൈസ വല്ല ഇരിപ്പുണ്ടോ നോക്കാൻ വേണ്ടി പോയതാ. ക്ലീറ്റോ വിളിച്ചേക്കുന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിക്ക് പോയപ്പോഴത്തേനും പൈസ ഉണ്ടായില്ലല്ലോ. അപ്പൊ ഞാൻ 10,000-2,000 രൂപ കൊടുത്തതാ. ഞാൻ അറിഞ്ഞില്ല. മറ്റേ നടരാജന്റെ ഭാര്യ ഉണ്ടല്ലോ, മുത്തുലക്ഷ്മി, അവളുടെ കയ്യിൽ നിന്ന് പൈസ മറിച്ച് മേടിച്ചിട്ടാ പോയത്. പൈസ വേണോന്നും പറഞ്ഞ നടരാജൻ ഒരേ ബഹളോന്ന്. 5,000 രൂപ കൊടുക്കണം. 2,500 ഞാൻ ആരോടെങ്കിലും മേടിക്കും. ആൾറെഡി നിന്റെ കെട്ടി ഡൽഹിക്ക് പോയത് കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യാണ്ട് കാണാൻ പോയതാണ്? കുടുംബത്തിൽ വയ്യായ്ക്ക് പോണതാണ്. അമ്മാൻ അധികം വാചകം അടിക്കാതെ കയ്യിൽ പൈസ ഉണ്ട് അങ്ങോട്ട് കൊടുക്കും. എന്തിനടി? കുടുംബത്തിലൊരാവശ്യത്തിനാണ്. ഇപ്പൊ കണ്ട തോന്നിയാസിനെ ഡൽഹിക്ക് അവിടേക്ക് ഇവിടേക്ക് കയറി പോണേ ഞാൻ എന്തിനാ കാശ് കൊടുക്കണേ? നാക്കൊരു തൊഴിലില്ല, നടത്തേക്ക് ഒരു കുറവില്ലെന്ന് പറഞ്ഞാണ് ഇവിടത്തെ കാര്യം. പിന്നെ അവൻ എന്തിനാണ് ഡൽഹിക്ക് പോയത്? ഡൽഹിക്ക് പോയത് പാർട്ടിയുടെ കാര്യത്തിനാണെങ്കിൽ പാർട്ടി ഫണ്ട് എടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ നാട്ടുകാരോട് പിരിച്ചിട്ട് പോകണം. കുടുംബം നോക്കാത്തവൻ കുടുംബത്തിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ടാണോ പോണത്? ആണോ? അമ്മാവിന് ഇപ്പൊ ഒരു 2,500 ഉണ്ടെങ്കിൽ തരാനല്ലേ? 2,500 ചിലപ്പോ ഞാൻ വീട് വെച്ചിട്ട് തരും. അത് കുടുംബത്തിലൊരു ആവശ്യത്തിനായിരിക്കണം, അല്ല തോന്നിയാസം കളിക്കാനല്ല. ഞങ്ങൾ അമ്മാവിന്റെ ആരുമല്ലേ? അമ്മാവിന്റെ ആൾ ഞാൻ നിന്റെ ആൾ തന്നെയാണ് എന്ന് കരുതിട്ട് എന്റെ ഭർത്താവ് തോന്നിയാസം കാണിച്ചാൽ കാശ് എടുത്ത് തരലാണോ എനിക്ക് പണി? അമ്മാവൻ ഇത്ര ചൂടാവണേ എന്തിനാ? പിന്നെ കൊണ്ടേ കൊടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊരാവശ്യത്തിന് കാശ് വരാ പറഞ്ഞത് മാനത്തുനിന്ന് പൊട്ടി വീണതല്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. അത് കുറച്ചു ദിവസം കഴിഞ്ഞ് ഓർക്കാപ്പുറത്ത് കൈ കിട്ടി. അത് കുടുംബത്തിൽ ഓരോരോ ചോദിച്ചപ്പോ തന്നു. ഇനി 2,500 ഉറുപ്പ ഉണ്ട്. അത് ഇപ്പം കാണിച്ച തോന്നിയാസനം എടുത്ത് കൊടുക്കാനോ വേണ്ട? അപ്പൊ എനിക്ക് കാശൊന്നും വേണ്ടേ? ഇപ്പൊ അമ്മയോടും പറഞ്ഞില്ലേ തിരിച്ചു തരണോന്ന്? അതുപോലെ ചേച്ചിയും തിരിച്ചു തരും. ഇവള് തരും. ഇവിടെ തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് അവനെ കൊടുത്താൽ കിട്ടുമോ?
അപ്പം കുടുംബത്തിന് വേണ്ടിയാണോ അത് ചെലവാക്കിയത്? ആർക്ക് കൊടുത്ത കാര്യം? ഇതരിടാ. അങ്ങനെ തോന്നിയാസം ഒന്നും പറഞ്ഞ അമ്മാവൻ പറയണ്ട. ക്ലീറ്റോ തന്നെയാണ് ഈ കുടുംബം നോക്കണം, അല്ലാതെ ആരാ നോക്കണേ? നീ മിണ്ടരുത് അവനെ കുറിച്ച്. അവൻ ചെയ്ത തോന്നിയാസത്തിനല്ലേ ഇപ്പൊ നീ എന്നോട് പൈസ വെച്ചത്? അളിയനന്ന് കഷ്ടപ്പെട്ടിട്ട് ചക്കനെ നോക്കിയതാ. കല്യാണ തലേന്ന് ഞങ്ങളൊക്കെ ധിക്കരിച്ച് മുഖത്ത് കരിവാരി തെച്ചിട്ട് ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോയതല്ലേ നീ? ആ കനകൻ ഒറ്റ ഒരുത്തുള്ളതുകൊണ്ട് ഇപ്പോഴും അവൻ 2 കുടുംബം നോക്കിക്കൊണ്ടിരിക്കുക നിന്റെ കെട്ടുവന്റെ ഈ തോന്നിയാസത്തിന്. അമ്മാവ് അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ വർഷമായി. കഴിഞ്ഞിട്ട് പോയെങ്കിൽ അവളത് ഓർക്കണം. ഒന്നല്ലെങ്കിൽ അവൻ പഠിക്ക് പോകണം, എന്നിട്ട് ഇവളെ നോക്കണം. ഇല്ലെങ്കിൽ അവനാണ് ഏറ്റവും വലുതെങ്കിൽ അവന് വേണ്ടി ഇവള് പോകണം പഠിക്ക്. അതുകൊണ്ട് നമ്മളോട് ചോദിക്കല്ലേ ഇല്ല, ചാവുന്നവരെ ഞങ്ങൾ ഉണ്ടാവുന്നതാണോ നീ കരുതുന്നത്? ഇനി അവന്റെ പേര് പറഞ്ഞ് 10 വയസ്സ് നോക്കിയത് നിന്നോട് എന്താ? നിനക്ക് എന്താ അറിയാ? എന്തായാലും പറഞ്ഞെങ്ങനെ ഇരിക്കും? എന്നിട്ട് അവള് പൂങ്കണ്ണീരൊഴുക്കും. ഇവളുടെ കണ്ണീര് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ക്ഷമിച്ച് ഇങ്ങനെ ആയത്. ഇനിയെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടാവണം. ആർക്കെങ്കിലും ഒരാളുടെ കയ്യിലെ കാശ് കിട്ടുമ്പോ വന്നിട്ട് ഈ ഇറക്കണ സ്വഭാവം ഉണ്ടല്ലോ, നിർത്തിക്കോണം നീ. എനിക്ക് പോ പഠിക്കട്ടെ. അവിടെ വഴക്ക് കൂടാൻ വേണ്ടിട്ട് അവളെ പോലെ വരുത് നീ. കണ്ട ഞാൻ പോവാ. ചേച്ചിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോ. ഞാൻ തൊട്ടിയിലിട്ട ആട്ടാന് അവള് പഠിക്കട്ടെ. ഇങ്ങനെ 4 കേട്ടാലേ അവള് പഠിക്കും. പൊന്നെ ഞാനും വരാം. ചേച്ചനോടെ പോണു. എനിക്കൊരു വർഷോപ്പ് വരെ പോണം. പറയാമേ, നിങ്ങളുടെ ചൂടാവുന്ന എന്തോ കാരണമുണ്ട്. എന്തുവാ അമ്മ ഇപ്പൊ ഇവിടെ നടന്നത്? എന്തോന്നാണ് നടന്നത്? എന്റെ പൊന്നെ, അയ്യോ ഞാൻ പോണു. ഓ കണ്ണീരാ, കരഞ്ഞു കാണിച്ചാലൊന്നും അങ്ങനെ ഞാൻ പോയില്ല. അല്ല, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാൻ മാത്രം എവിടെ നിന്ന് പൈസ? ലോട്ടറി അല്ലേ അടിച്ചത്? എടാ, ചീര വാങ്ങിയതിന്റെ വഴിക്ക് ആ വർഗീസ് കുറച്ച് പൈസ തരാണ്ടായിരുന്നു. അത് ഓർക്കാപ്പുറത്ത് ഇന്ന് വന്ന് എനിക്ക് തന്നു. അപ്പൊ അത് കിട്ടിയ സന്തോഷത്തിന് വരണ വഴിക്ക് ചേച്ചി ഒന്ന് കണ്ടിട്ട് പോയിട്ട് വന്നാ. ഇവിടെ വന്ന് നോക്കിയപ്പോ ചേച്ചിക്ക് കാശിന് ആവശ്യം. അപ്പൊ കാശ് കൊടുത്തു. നമ്മള് കയ്യിൽ വെച്ചാൽ എന്താ കാര്യം? ലില്ലി പെണ്ണിനെ ചായക്ക് കടി വാങ്ങാം, അതും കൊടുത്ത്. ഇത് കണ്ടോക്കിയപ്പോ വിളിക്കും ആവശ്യം. എന്നായിക്കോട്ടെ, എന്തിനാന്ന് ചോദിച്ചപ്പോഴല്ലേ മനുഷ്യന് ദേഷ്യം വന്നത്. എന്താ ദേഷ്യം വരാൻ കാര്യം? ക്ലീറ്റോ പാർട്ടി പ്രവർത്തനത്തിന് ഡൽഹിക്ക് പോകാൻ കടം മേടിച്ച 2000 രൂപ വീട്ടാൻ നിന്റെ അടുത്തുനിന്ന്. ഇത് കേട്ട പിന്നെ ദേഷ്യം വരില്ലടാ. അതിനാണ് ഇത്ര വഴക്ക് പറഞ്ഞത്. ഇതല്ലാതെ ആ കൈ ചോട്ടൊന്ന് എന്ത് താ കാര്യം. അമ്മ വഴക്ക് പറഞ്ഞ് തങ്കം ചേട്ടത്തിൽ കണ്ണ് നിറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ വിഷമായെങ്കിലും ഈ വഴക്ക് കറക്റ്റായിരുന്നു. കാര്യം ഈയിടെയായിട്ട് ആണുങ്ങളെ മേലെ ഒരു മേൽക്കോയ്മ ശ്രമം അവർ പുറപ്പെടുവിക്കുന്നു. എനിക്കോ ക്ലീറ്റമ്മച്ചിക്കും ഒരക്ഷരം പറയാൻ പറ്റത്തില്ല. അപ്പോഴേ കൊമ്പൂരിക്കും അങ്ങനെ കൊല്ലാൻ വരും. അത് നീയെന്നല്ല ഞാൻ പറഞ്ഞാലും അവള് കേൾക്കത്തില്ല. അല്ല, അമ്മാവൻ പറഞ്ഞ എതിര് പറയത്തില്ല, പേടിയുണ്ട്. അമ്മാവൻ ആഴ്ച വന്നിട്ട് ഡോസ് കൊടുക്കുന്നല്ലോ, ഓരോ ഡോസ് വെള്ളിയാഴ്ച വൈകിട്ട് കൊടുക്കാവോ? അടങ്ങ്. അവൾക്ക് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ക്ലീറ്റ എന്ത് ചെയ്താലും അതിനൊത്തക്കല അവളുടെ പണി. കാര്യം തങ്കം ചേട്ടത്തിൽ കരഞ്ഞു തുടങ്ങിയപ്പം അമ്മയ്ക്ക് ലില്ലിപ്പന്റെ വിഷമായി. പക്ഷെ അതിനകത്ത് വിഷമിക്കാൻ മാത്രമുള്ള കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തങ്കം ചേട്ടത്തിലെ കരച്ചിൽ കണ്ടിട്ടേ ലില്ലിപ്പണ്ണനും അമ്മയ്ക്ക് ഒരു വിഷമം. അതിനകത്ത് ഇതിന് മാത്രം വിഷമിക്കാനും വിഷമിക്കാതിരിക്കാനുള്ള കാരണമുണ്ട്. കാര്യം പൈസ ചോദിച്ചു, ഇല്ലായ്മ ചോദിച്ചു. എന്നാലും തങ്കം ചേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് മൊത്തം പൈസ ഇല്ലാലും കുറച്ചെങ്കിലും കൊടുക്കായിരുന്നു. അയ്യോ, ഇത് ആരൊക്കെയാ ഇരിക്കുന്നത് നോക്കിയേ. കണ്ണാടി അലമാരിക്കകത്ത് കേക്ക്, മഫ്താന്, പപ്സ്, ചായ, നെയ്യപ്പം. ഇവർക്ക് ചീരയുടെ പൈസ ചെലവ് ചെയ്യും. 2 ചായ. അറിയോ, ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് മുട്ടബജി പോലെയാണ്. ഭർത്താവ് മുട്ടയും ഭാര്യ മാവും. അതിന്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടി കഴിഞ്ഞാൽ അത് ചീത്തയാവും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് അതിന്റെ പറ്റി വെട്ടേക്ക് പറയട്ടെ. ഈ വേണ്ടത് കഴിക്കട. കട്ട്ലറ്റ് 2 എടുത്തോ. മാമന വിഷമായി കാണൂലടാ. 2 മുട്ടബജി കഴിക്കുന്നതിന് എന്ത് വിഷമം? ഒരുപാട്. അല്ലടാ, കുട്ടിക്ക് വിഷമായി ഉണ്ടാവൂലേ? ഞാനല്ലെങ്കിൽ എങ്ങനെയാ? പ്രായത്തിന്റെ ആവും, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ
പെണ്ണിന്റെ ഒരു കാര്യം പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പാവം കുട്ടി അവിടെ ചിലപ്പോൾ ആകെ കരഞ്ഞിരിക്കും. ഇനി നമ്മൾ പോയിട്ടൊക്കെ വരുന്നവരത് പച്ചവെള്ളം കുടിക്കാതെ വിഷമിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ ആ കുടുംബത്തില് എന്നെ ഏറ്റവും ഇഷ്ടം അവൾക്കാണ്. ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ദേഷ്യപ്പെട്ട ഒരാഴ്ചയൊക്കെ മുന്നോട്ട് കരഞ്ഞിരിക്കും കുട്ടി. അയ്യോ, എനിക്കിത് ഇറങ്ങില്ലടാ. അതെ, ഒരു 2 ഐസ്ക്രീമും ഒരു 5 പഴംപൊരി പാർസൽ. ഓക്കെ ഏട്ടാ. ഗിരിജി എപ്പോഴും പറയും എനിക്ക് എടുത്തിയാട്ടം കൂടുതലാണ്, എടുത്തിയാട്ടം കൂടുതലാണ്. ഈ കുടുംബക്കാർക്ക് മൊത്തം ഉള്ളതാണല്ലേ. എടാ, ദേഷ്യം വന്നാൽ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. എന്നാ വയസ്സായ ആളാണ് പറയണെന്ന് കരുതി അവർക്ക് ക്ഷമിച്ചൂടെ? വയസ്സായവർക്ക് എന്തിനാ ഈ വഴക്കിന് പോകുന്നത്? വീട്ടമച്ചം വേറെ എങ്ങനെ ചൂടാവുക? പറ്റിപ്പോയി. ഇനിയിപ്പോൾ അവളോട് ക്ഷമ പറയാല്ല. ഇപ്പം എന്താ ചെയ്യുക? വേണേ കവർ ചെയ്യാൻ പിടിക്കാം. വേണ്ട വേണ്ട, ആ അങ്ങോട്ട് പോകണ്ടപ്പോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചിയും ലില്ലിയും തങ്കത്തിന് ദേഷ്യപ്പെട്ടതിന് മുഖോർത്തിരിക്കുന്നുണ്ടാവും. ആദ്യം തങ്കത്തിനെ സന്തോഷിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് മതി ഇങ്ങോട്ട് വരിക. ശരി ശരി. പാവം വിഷമിച്ചിരിക്കാവും. ഞാൻ ഇത്ര പറഞ്ഞിട്ടില്ല അവളെ ഇതേവരെ. അതെ. ഇന്ന് എന്തോ പെട്ടെന്ന് ദേഷ്യം കൂടുതൽ വന്നു. എന്താ ചെയ്യാൻ പറ്റുക? കണ്ടടാ, ഒരാളനക്കല്ല, മരണ വീട് പോലെ ഇരിക്കണം. കാരണം അകത്തെങ്ങനെ ഇരുന്ന് കരയേ. തകച്ചേട്ടത്തി, കാണാനില്ല. തകച്ചേട്ടത്തി, തകച്ചേട്ടത്തി. അവിടെ ഒന്നുമില്ല. ഇല്ല, പുറത്തേക്ക് വന്നല്ലോ. റൂമിലുണ്ടോ നമ്മുടെ? റൂമിലുണ്ടായി, വിളിച്ചപ്പോ വന്നാനെ. മേളി അമ്മ എടുത്ത് പോയി കാണും. ആ, അവള് വിഷമം വന്നു കഴിഞ്ഞാൽ അവളുടെ അമ്മയുടെ അടുത്തിരുന്ന് കരയും. ഒരു കാര്യം ചെയ്യ്, പോയി വിളിച്ചോളാം. ഞാൻ അപ്പോഴത്തേനത് പാത്രങ്ങളിലൊക്കെ എടുത്തു വെക്കാം. അത് വേണ്ട, ഞാൻ നേരിട്ട് കൊടുത്തോളാം. മല്ലോർക്കാണല്ലോ. അവള് ഇവിടെ ഇല്ലല്ലോ. നമുക്ക് കൂടുതൽ കഴിച്ചാലോ? ഓടാ, വിളിക്കണ്ട. അത് കൊടുക്കാൻ വാഴയ്ക്കാപ്പോയില്ല. ആഹാ, അമ്മാവാ. ഓ, നല്ല സൂപ്പർ മീൻ കറി മാവാ. വിളിച്ചതാ. ഞാൻ നോക്കിയപ്പം ചട്ടി കഴുകി കളയാമാണ്. ഇത് ചോറെടുത്ത് തിന്നതാ. മോൻ കഴിക്കണോ? വേണ്ട ഒരു പിടി തിന്നോ? വേണ്ട. നിനക്കോണടാ? എന്നാടാ 2 ആഴ്ച പട്ടിണി. പഴംപൊരിയും ഐസ്ക്രീമും ഉണ്ട്. അത് വാങ്ങിക്കാൻ പൈസ തന്നായിരുന്നല്ലോ. അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാ ഏറ്റവും അയ്യോ അമ്മാവോ, താങ്ക് യു. ചായ വേണോ അമ്മാവാ? എന്തെന്ത്? എന്നാ ഒരു പിഴുവാൻ തരാം. ഓന്റെ മോളിൽ എങ്ങനെയാ നീ മീൻ കറി വെച്ചത്? വേണം. ഓ,